ഇന്നത്തെ വീഡിയോ എന്താ കുഞ്ഞു? ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു 6-7 മാസമായി നമ്മൾ ചെയ്യാനിരിക്കുന്ന ഒരു വീഡിയോ ആണ്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഡെലിവറിയുടെ ഒരു എക്സ്പീരിയൻസ്, നമ്മള് ലെക്സി ഉണ്ടായതിന്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ കേസുകൾ, അതിനെ പറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതി. കാരണം ഇപ്പൊ വരുന്നതെന്ന് തന്നെയല്ല, ഇവിടെ ഉള്ളവരാണെങ്കിലും ഡെലിവറി കാര്യങ്ങളുടെ ഒക്കെ ഡൗട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്. പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസ് ഇവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അതെ, അങ്ങനെയുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ആരും ഇല്ലല്ലോ, നമ്മുടെ പേരൻസോ കാര്യങ്ങളോ ഒന്നും കൂടെ ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും വളരെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ നമ്മളൊക്കെ ഫേസ് ചെയ്തു എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ. അപ്പൊ പ്രഗ്നൻസിയുടെ കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം. ഇപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ വാർഡ് സെന്ററിൽ നമുക്ക് വിളിച്ച് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം. സോ അവരെ വിളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിക്കും. ദെൻ അവരൊരു അപ്പോയിന്റ്മെന്റ് നമുക്ക് തരും. ആ ഒരു ഡേറ്റില് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവര് നമ്മുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. ദെൻ നമുക്കിപ്പോ എന്റെ കാര്യത്തിൽ എനിക്ക് ടോബിയുടെ ടൈമിലാണെങ്കിലും ഷുഗർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവരോട് പറയാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവിടെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വീണ്ടും അടുത്തൊരു അപ്പോയിന്റ്മെന്റ് തരും. അപ്പൊ ഈ അപ്പോയിന്റ്മെന്റിനൊന്നും നമ്മള് ഓരോ പ്രാവശ്യം വിളിക്കേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല. ഓരോ ഡേറ്റ് അവർ ഇങ്ങോട്ട് പറയുകയായിരിക്കും. അതിൽ നമ്മളോട് ഇങ്ങോട്ട് ടൈം ചോദിക്കും. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ടൈം ആണോ, മോർണിംഗ് വേണോ ഈവനിങ് വേണോ, അങ്ങനെയുള്ള ടൈമും കാര്യങ്ങളും എല്ലാം തന്നെ അവർ നമ്മളോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ദെൻ ഓരോ അപ്പോയിന്റ്മെന്റിന്റെ ടൈമിലും നമുക്ക് വീട്ടിലേക്ക് ലെറ്റർ വരും. ലെറ്റർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ, അഡ്രസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോരുന്നത്. അത് ഓൾറെഡി അവരുടെ കാണും, സിസ്റ്റത്തിലുണ്ടാകും. പേഴ്സണൽ നമ്പറുമായിട്ടെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലെറ്റർ വരും, പ്ലസ് നമ്മുടെ മൊബൈലിലേക്ക് അലേർട്ട് വരും. സോ നമ്മൾ ആ ഡേറ്റിൽ ആ ഒരു ടൈമിൽ അവിടെ എത്തിയാൽ മാത്രം മതി. അപ്പോൾ എന്റെ കാര്യത്തിൽ എനിക്ക് ഷുഗറിന്റെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് എല്ലാ മാസവും എനിക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു. എല്ലാ മാസവും അവിടെ ഒരു ഡേറ്റിൽ ചെല്ലുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, യൂറിൻ ടെസ്റ്റ് ചെയ്യുക, ഷുഗറിന്റെ അളവ് നോക്കുക, കൂടുതലാണോ കുറവാണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാവരും പറയും. ഫുഡ് എങ്ങനെയുള്ളതാണ് കഴിക്കേണ്ടത്, അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും. നമ്മളത് ഫോളോ ചെയ്താൽ മതി. സോ എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് വേറെ ഇൻസുലിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റി. പല സമയത്തും ഷുഗർ കൂടുതലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അവർ ഇൻസുലിൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമുക്ക് അതിന്റെ ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ ഷുഗർ ചെക്ക് ചെയ്യാനുള്ള സാധനങ്ങളും ഇതെല്ലാം അപ്പോട്ടേക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് ഇപ്പം നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നാട്ടിൽ ഓരോ പ്രാവശ്യവും നമ്മള് രാവിലെ ചെന്ന് ചെക്ക് ചെയ്യണം, ഫുഡ് കഴിച്ചു കഴിഞ്ഞ് 1 hour കഴിഞ്ഞ് ചെക്ക് ചെയ്യണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ ഇരുന്നാലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പക്ഷെ ഇവിടെ അവര് ഡെയിലി നമുക്ക് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് ഗ്ലൂക്കോമീറ്ററും കാര്യങ്ങളും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വാർഡ് സെന്ററിൽ നിന്ന് തന്നുവിടും. സോ നമ്മൾ ഓരോ ദിവസം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പും അത് കഴിഞ്ഞും എനിക്ക് 3 നേരം ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്നതിന് മുമ്പും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ഇവിടെ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിൽക്കുകയോ അല്ലെങ്കിൽ ഓരോ ദിവസം അതിന് പോയി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നാട്ടിലെ വെച്ച് നോക്കുമ്പോ വളരെ ഈസിയാണ്. നമുക്ക് തന്നെ ചെയ്യാവുന്ന നിസ്സാര കാര്യങ്ങളാണ് ഇതെന്നെല്ലാം നമ്മൾ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ടോബിയുടെ കാര്യത്തിലും സെയിം. എനിക്ക് ഷുഗർ കാര്യങ്ങൾ ഉണ്ടായിരുന്നോണ്ട് നമ്മള് രാവിലെ തൊട്ട് ഒരു അപ്പോയിന്റ്മെന്റ് 8 മണിക്കോ 10 മണിക്കോ കിട്ടിയാൽ രാവിലെ തന്നെ പോയി അവിടെ ക്യൂ നിൽക്കും. ചിലപ്പോ 4-5 മണിയാകുമ്പോഴായിരിക്കും തിരിച്ചു പോരുന്നത്. പക്ഷെ ഇവിടെ ഒരു ഡേറ്റ്, ഒരു ടൈം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മിഡ് വൈഫ്, ഇവിടെ ഡോക്ടേഴ്സ് അല്ല മിഡ് വൈഫാണ് നമ്മളെ ഇങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റിനെല്ലാം വിളിക്കുന്നത്. ആ ഒരു ടൈമില് നമ്മളെ വന്ന് വിളിച്ച് അവരകത്ത് കൊണ്ടേയിരുത്തും. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നാട്ടിലെ ഒരു ഡെലിവറി ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കൂടെ ആരില്ലേലും നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പല സമയത്തും. കാരണം ടോബി ഉള്ളത് കൊണ്ട് ചേട്ടനും ടോബിയും വീട്ടിലിരിക്കും. ഞാൻ ജസ്റ്റ് നമുക്ക് നടന്നു പോകുന്ന ദൂരം ഉണ്ടായിരുന്നു. നടന്നു പോയി തിരിച്ചു വരും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മള് ഡെലിവറി ടൈമില് നിങ്ങൾക്കൊരു ഒരു കുട്ടി ഉണ്ടെങ്കില് നമ്മള് വീട്ടിലിരുത്തിയിട്ട് നമ്മള് പോവാൻ പറ്റില്ല, അവിടെ അത് അലൗഡ് അല്ല. അപ്പൊ അതിനുള്ള ഒരു മാനേജ് ചെയ്യാനുള്ള ഒരു വഴി നിങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പൊ ഞങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ
ഞങ്ങളുടെ കൂടെ അന്ന് ഐശ്വര്യ ഉണ്ടായിരുന്നു. അപ്പൊ ഷൗട്ട് ഔട്ട് ടു ഐശ്വര്യ. താങ്ക് യു. അപ്പൊ ഐശ്വര്യ ഉള്ളത് കൊണ്ട് ഞാൻ ഡെലിവറിക്ക് പോണ സമയത്ത് കുഞ്ഞു ഐശ്വര്യയും ടോബിയും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ടോബിയുടെ കാര്യം മാനേജ് ചെയ്യാം. അതെ, ടോബിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി ഐശ്വര്യയുടെ കൂടെ ഇരുന്നത് കൊണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആവശ്യമില്ല. ഒരു കുട്ടിയുണ്ട്, അടുത്ത സെക്കൻഡ് ഡെലിവറി തേർഡ് ഡെലിവറി ഒക്കെ ആകുമ്പോ നമുക്ക് ഈ കുട്ടീനെ കൊണ്ട് കയറാൻ പറ്റത്തില്ലല്ലോ. ഹസ്ബൻഡിനെ കയറാം, പക്ഷെ കുട്ടീനെ നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകണം. അപ്പൊ നമ്മുടെ ഒരു കാര്യത്തില് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ആ ഒരു ടൈമിലാണ് നമ്മുടെ ഐശ്വര്യ വന്നത്. അപ്പം എന്റെ ഡെലിവറിക്ക് പോയ ടൈം തൊട്ട് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നത് വരെ ഐശ്വര്യ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഐശ്വര്യക്ക് വലിയൊരു താങ്ക്സ്. അപ്പൊ ഇവിടെ പഠിക്കാൻ വന്ന ഒരു എന്താ പറയാ, ഡെലിവറിയുടെ കാര്യങ്ങളും കുട്ടിയെ നോക്കേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്യാൻ അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ നമുക്ക് കുട്ടിയാണാണോ പെണ്ണാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളോട് ചോദിക്കാമല്ലോ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവര് പറയത്തുള്ളൂ. നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് അറിയണോ എന്നുള്ളത് ചോദിക്കും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവര് എന്താന്നുള്ളത് നമ്മളോട് പറയും. ദെൻ നമ്മുടെ ആ ഒരു ഡെലിവറിയുടെ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡേറ്റ് അവർ പറയുന്നുണ്ടായിരിക്കും. എങ്കിൽ പോലും നമ്മളോട് അവർ പറയും ഇവിടെ 40 ആഴ്ച വരെ അവർ വെയിറ്റ് ചെയ്യും. അതായത് നാട്ടിലെ പോലെ ഇപ്പോ പെട്ടെന്ന് കയറി സിസേറിയൻ ചെയ്യും അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഇവര് 40 ആഴ്ച വരെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതിന് മുമ്പ് 2-3 പ്രാവശ്യം നമുക്ക് ചെക്കപ്പിനൊക്കെ വിളിക്കും. അതായത് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് വിളിക്കും. സോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ 40 ആഴ്ച വരെ അവര് വെയിറ്റ് ചെയ്യും. എന്നിട്ടും ഡെലിവറി ആയില്ല എന്നാണെങ്കിൽ മാത്രമാണ് അവര് വേറെ പ്രൊസീജിയറിലേക്ക് കടക്കുക. സിസേറിയൻ നമ്മള് ചോദിക്കണം എന്ന് തോന്നുന്നു. ഇല്ല, സിസേറിയൻ അവർ ഒട്ടും തന്നെ റെഡി ആയിരിക്കില്ല. അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ അവരൊരിക്കലും സിസേറിയൻ ചെയ്യില്ല. നോർമൽ രീതിയിൽ എപ്പോ ഡെലിവറി ആവണോ അതുവരെ അവർ വെയിറ്റ് ചെയ്യുന്നതാണ് എന്നോട് പറഞ്ഞത്. 40 എന്നുള്ളതാണ്, പക്ഷെ പല കേസുകളും 41 ആഴ്ചയും 42 ആഴ്ച വരെയൊക്കെ പോയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പോ 39 കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊക്കെ പിടിച്ച് പെട്ടെന്ന് സിസേറിയൻ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ആ ചെല്ലുമ്പോ തന്നെ അവരതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും നമുക്ക്. നമ്മുടെ ഡെലിവറിയുടെ കാര്യങ്ങളും ലേറ്റ് ആയാല് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവര് ആ ഒരു രീതിയിലേക്ക് പോകത്തുള്ളൂ. അതല്ല എങ്കിൽ നോർമൽ രീതിയിൽ ഒരാള് ഡെലിവറി ആകാനുള്ള ടൈം വരെ അവര് വെയിറ്റ് ചെയ്യും നമ്മള്. അപ്പം എനിക്ക് തന്നിരുന്ന ഡേറ്റിനേക്കാളും 10 ദിവസം മുന്നെയാണ് നമ്മുടെ ലെക്സി വന്നത്. നമുക്ക് ടോബിക്ക് തന്ന ഡേറ്റിനേക്കാളും 15 ദിവസം മുന്നേ ടോബി ഉണ്ടായി. അപ്പൊ എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നതിനേക്കാളും 10 ദിവസം മുന്നെയാണ് ലെക്സി ഉണ്ടായത്. അപ്പം നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഡേറ്റിന്റെ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിലേക്ക് ചെന്ന് അഡ്മിറ്റ് ആകാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടേത് പെട്ടെന്നായിരുന്നു. നമുക്ക് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് എണീറ്റപ്പോ പെയിൻ വന്നു. അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അതെല്ലാം അടുത്ത വീഡിയോ വരുന്നുണ്ട്. അതെ, അപ്പൊ ഇതിനെല്ലാം നമ്മുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഐശ്വര്യ ഉണ്ടായിരുന്നു. അപ്പൊ ഐശ്വര്യയും ടോബിയും പുറത്ത് വെയിറ്റ് ചെയ്തു. ഇവിടെ പിന്നെ ഹസ്ബൻഡിനെ കൂടെ കയറ്റും. എന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് നാട്ടിലേതായ ഒരു പേടിയും ആരുമില്ലല്ലോ എന്നുള്ള വിഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. കാരണം വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ വേറെന്തോ ഡെലിവറിക്ക് പോയതുപോലെ ഒരു ഫീലിംഗ് ഇല്ല. കാരണം ഹസ്ബൻഡ് കൂടെയുണ്ട്, അവിടുത്തെ നേഴ്സുമാര് ഡോക്ടേഴ്സ് എല്ലാം കൂടെയുണ്ട്. വളരെ ഹാപ്പി ആയിട്ടാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ ഡെലിവറി എന്ന് പറയാം. നമുക്കൊന്നും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞ ഡെലിവറി കഴിഞ്ഞ് 2-3 മണിക്കൂറിന് ശേഷം ഞാൻ അഡ്മിഷൻ വരെ ചെയ്തു. ഡെലിവറി ബെഡിൽ കിടന്ന് നിങ്ങളുടെ കാണുന്ന പല ആൾക്കാരുടെ അഡ്മിഷൻ ഡെലിവറി വാർഡിൽ ഞാനാണ് 2 മണിക്ക് രാത്രി മറ്റേ ലാപ്ടോപ്പ് കൊണ്ട് തന്നത്. കാരണം നമുക്ക് അങ്ങനെ ഒരു പേടിയോ ഫീലിങ്സോ ഒന്നും ഇല്ലായിരുന്നു. കൂടെ ആളുണ്ട്, പിന്നെ നമ്മളായിട്ടൊന്നും ചെയ്യാനില്ല, എല്ലാം അവര് ചെയ്തു തരും. ഡെലിവറി ആയി 2-3 മണിക്കൂറിനുള്ളിൽ നമ്മളെ റൂമിലേക്ക് മാറ്റി. റൂമിൽ വന്നു കഴിഞ്ഞപ്പോ തൊട്ട് ഹസ്ബൻഡിന് അലൗഡ് അല്ലായിരുന്നു. കാരണം കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ഹസ്ബൻഡിനെ കൂടെ നിർത്താൻ അലൗഡ് അല്ലായിരുന്നു. പിന്നെ നമുക്കൊരു 2 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. കാരണം ലെക്സിക്ക് കുറച്ച് വെയിറ്റ് കുറവായിരുന്നു.
ഇവിടുത്തെ ഒരു നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു 3 കിലോ എങ്കിലും മിനിമം ഉണ്ടാകും. അതാണ് അവരുടെ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. ഇപ്പൊ ലെക്സിക്കാൻ നേരത്തെ 2200 അത്രയാണ്. അപ്പൊ അവർക്ക് അതൊരു പ്രീ മെച്ചുവർ ആയിട്ടുള്ള ഒരു ബർത്ത് ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഇതൊരു നോർമൽ സംഭവമാണ് നാട്ടിലെ 2 കിലോ വരെ. അതെ, ബോബി ഉണ്ടായപ്പോഴും 2,250 ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് പറഞ്ഞെങ്കിൽ പോലും ഇവരുടെ ഒരു രീതിയിൽ ഒരു 3 കിലോ എങ്കിലും ഒരു കുട്ടി ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പൊ അതിൽ താഴെയുള്ളതെന്ന് പറഞ്ഞാൽ പ്രീമെച്ചുവർ എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് 2 ദിവസം കൂടുതൽ അവിടെ നിൽക്കേണ്ട വന്നു. അപ്പൊ ഈ നിക്കണ്ട് വന്നതിനുള്ള പൈസയും കാര്യങ്ങളും വെച്ചാൽ ഇതിന്റെ ഡെലിവറി ചാർജ് പൈസ എത്ര വന്നു കുഞ്ഞു? നമുക്ക് ആകെ വന്നത് 200 ക്രോണ. അതായത് നാട്ടിലത്തെ 2000 രൂപയാണ് ഈ 2 ദിവസം നിന്നതിന് ചാർജ് വന്നത്. അതും ഈ 2000 രൂപ 200 ക്രോണ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തരാം. കാരണം കുഞ്ഞു ആ സമയത്ത് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് അവർക്ക് നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കുറച്ച് തരാമെന്ന് അവർ പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ അതിന് നിൽക്കാൻ നിന്നില്ല, കാരണം അത് നമ്മൾ പേ ചെയ്തു. കാരണം നമ്മൾ ഇത്രയും നമ്മൾ ചെയ്യണ്ടേ. തീർച്ചയായിട്ടും. കാരണം 2 ദിവസം അവിടെ നിന്നത് നമുക്ക് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഒരു ബെല്ലടിച്ചാൽ അപ്പൊ തന്നെ നേഴ്സ് ഓടി വരും. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എല്ലാം നടത്തി തരും. 2-3 പ്രാവശ്യമായിട്ട് ഓരോരുത്തർ വന്ന് ചെക്ക് ചെയ്യും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ. 3 നേരം നല്ല ഫുഡ്. 3 നേരം എന്നില്ല, നമുക്കിപ്പോ രാത്രിയൊക്കെ ആവുമ്പോ, കാരണം ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കമൊന്നും ഇല്ലല്ലോ, കൊച്ചു കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ചിലപ്പോ 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വിശക്കുന്നത്. അപ്പൊ ആ സമയത്തൊന്ന് ബെല്ലടിച്ചാൽ മതി, അവര് വരും. നമുക്ക് എന്തെങ്കിലും വേണോ ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോയി തരും. സോ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. നമ്മള് വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയായിരുന്നു. പിന്നെ നാട്ടില് അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും. ആ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ തന്നെ എല്ലാം മാനേജ് ചെയ്യുക. ഉറങ്ങാൻ പറ്റത്തില്ല, അതൊക്കെ നോർമൽ ആണല്ലോ. കുട്ടി ഉണ്ടായി കിടക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല, കരച്ചില് ബഹളമൊക്കെ ആയിരിക്കും. എന്നാലും ലെക്സി അത്രയും പ്രശ്നക്കാരി അല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. ഒരു ജനുവരി ടൈം ആയതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആളെ എപ്പോഴും തന്നെ ഉറക്കായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. നമ്മളിപ്പോ ഡെലിവറി ഇതിനാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ തന്നെ നിങ്ങളുടെ വൈഫിനെ ഗേൾഫ്രണ്ടിനെ ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു ചെല്ലണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം ആലോചിക്കുന്ന വെച്ചാൽ, കാരണം ആ സമയത്ത് നമ്മള് ഒരു വണ്ടി വിളിക്കാനോ അതിനെ വിളിക്കാനോ കാരണം നമ്മള് ബുദ്ധിമുട്ട് നിക്കരുത്. കാരണം ഇവിടെ വരുമ്പോ നമ്മൾ തന്നെ ഒരു ലൈസൻസ് എങ്ങനെയും റെഡിയാക്കാൻ നോക്കുക. കാരണം ഒരു ഫാമിലി ഒക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വണ്ടി ഡെഫിനറ്റ്ലി ആയിട്ടും വേണം. എല്ലാവർക്കും അത് പോസിബിൾ ആയിന്ന് വരില്ല എങ്കിൽ പോലും ഏത് നിമിഷവും പ്രതീക്ഷിക്കാലോ. അപ്പൊ അതിനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് റെഡിയാക്കി വെക്കുക. അപ്പൊ ടാക്സി കാര്യങ്ങളൊക്കെ പരിചയമുള്ളവരുടെ ആരെങ്കിലും പറഞ്ഞു വെക്കുകയോ ഫ്രണ്ട്സിന്റെ. കാരണം നമ്മൾ ആ ടൈമിലൊക്കെ അത് വിളിച്ച് ബുക്ക് ചെയ്ത് റെഡിയായി വരാനായിട്ട് പറ്റിയെന്ന് വരികയില്ല. അപ്പൊ അത് നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചാൽ നല്ലതായിരിക്കും. കാരണം നമ്മള് പെയിൻ വരുന്ന സമയത്ത് നമ്മൾ അവര് വിളിച്ച് പറഞ്ഞിട്ട് അവര് എത്ര പ്രാവശ്യം പെയിൻ വന്നു, വാട്ടർ ബ്രേക്ക് ഉണ്ടായോ, കുട്ടി പുറത്തേക്ക് വന്നിട്ടോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷമാണ് അവർ ഓക്കെ പറയുള്ളത്. വേറൊരു സംഭവം നമ്മൾ ആലോചിക്കുന്നത്, നമ്മളിപ്പോ ഒരു ജനറൽ സ്ഥലത്ത് പോണത് നമ്മളൊരു ഡെലിവറി വാർഡ് രണ്ടും വെവ്വേറെ സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ വേറെ സ്ഥലത്തും ഡെലിവറി വേറെ സ്ഥലത്തും. അപ്പൊ അത് നമ്മൾ ചെല്ലുമ്പോ തന്നെ ഓൾറെഡി കണ്ടുപിടിക്കുക എവിടെ ഈ സ്ഥലം എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ തിക്ക്, കാരണം നമ്മളെ താഴ്ത്തുന്ന കൂട്ടിക്കൊണ്ടുപോകാൻ ആരും ഉണ്ടാവില്ല. നമ്മള് ഡെലിവറി വാർഡ് അടിക്കുന്ന തന്നെ നമ്മൾ ചെല്ലണം. എന്നാൽ അവിടെ നിന്നാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുള്ളൂ. അതെ, അപ്പൊ നമ്മൾ ഈ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ ചോദിച്ച് എവിടെയാണ് ഡെലിവറി നടക്കുന്നത് സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് വെക്കുക. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. നിങ്ങളോട് അവർ പറഞ്ഞിരുന്നു, ഇപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റിന് ചെല്ലുന്നതിന്റെ ബാക്ക് സൈഡിലാണ് ഡെലിവറി വാർഡ്. അപ്പൊ നിങ്ങൾക്ക് പെയിനോ കാര്യങ്ങളോ വന്നാൽ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതിയെന്ന്. അപ്പൊ നമ്മള് നോക്കിയപ്പോ നമുക്ക് ജസ്റ്റ് കാണാൻ പാകത്തിനാണ്, ആ കാണുന്നതാണല്ലോ, അങ്ങോട്ട് വന്നാൽ മതിയല്ലോ എന്ന് ഓർത്തു. പക്ഷെ നമുക്ക് രാവിലെ പെട്ടെന്ന് പെയിൻ ഉണ്ടായി. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാള് പോലും ഇല്ല അവിടെ ഹോസ്പിറ്റലിൽ നമുക്കൊരു കാര്യം ചോദിക്കാനോ ഒന്നും. കാരണം ആ ഒരു ടൈമില് എനിക്ക് തോന്നുന്നു റിസപ്ഷനിലോ അങ്ങനെയൊന്നും ആരും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ടൈമിലാണ് നമ്മൾ ചെല്ലുന്നത്. വെളുപ്പിന് 6 മണിയൊക്കെ ആയപ്പോ. അപ്പൊ നമ്മള് അതിലെ നടന്നു പോയ ഒരാളോട് ചോദിച്ച് അത് കണ്ടുപിടിച്ച് 2-3 ഫ്ലോറ് മുകളിൽ ചെന്ന് നടന്നു കയറിയൊക്കെയാണ് ചെന്നത്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായി. അപ്പൊ എല്ലാവരും നേരത്തെ തന്നെ അപ്പോയിന്റ്മെന്റിന് പോകുമ്പോ തന്നെ ഡെലിവറി വാർഡ് എവിടെയാണ്, അങ്ങനെ ഒരു
പെയിൻ കാര്യങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് എങ്ങോട്ടാണ് എത്തേണ്ടത് കണ്ടുപിടിച്ചിരിക്കുക. അതേപോലെ തന്നെ എനിക്ക് വേറെ ഫേസ് ചെയ്യാൻ വന്നതെന്ന് പാർക്കിങ്ങിന്റെ ഡെലിവറി വാർഡ് തൊട്ടപ്പുറത്ത് തന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അൺലക്കി എന്ന് പറയട്ടെ ആ സ്ഥലത്ത് ആ സമയം മൊത്തം ഫുൾ പാർക്കിംഗ് ആണ്. അപ്പൊ ഒരു ഓൾട്ടർനേറ്റീവ് പാർക്കിംഗ് അതിന്റെ അടുത്തുള്ളത് കൂടി കണ്ടുപിടിക്കുക. നമ്മൾ ഇവരെ ഇവിടെ ഇറക്കി വിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അവിടെ ഇറക്കി വിട്ടിട്ട് അടുത്ത പാർക്കിംഗ് സ്പേസിലേക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എനിക്ക് കൊണ്ട് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ടൈമില് ടെൻഷൻ കാരണം എന്താ ചെയ്യണ്ടേ, പ്രത്യേകിച്ച് ആരും കൂടെ ഇല്ല. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പൊ അതൊക്കെ ഒന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുക. പോകുന്ന സ്ഥലത്ത് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ കാറൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പൊ ടാക്സിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഇറങ്ങി നേരെ കയറി പോയാൽ മതി. അതല്ല ഇപ്പൊ ചെല്ലുമ്പോഴാണേലും നൈറ്റിലോ ഏർലി മോർണിംഗ് ഒക്കെയാണ് ചെല്ലുന്നതെങ്കിൽ എങ്ങനെയാണ് കറക്റ്റ് ആ ഒരു സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതൊക്കെ നേരത്തെ നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അതിനൊരു 1 മന്ത് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ഡെലിവറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ പുതിയൊരു ആള് വരുന്നതിന് വേണ്ടി നമ്മളൊന്ന് സെറ്റായിട്ടിരിക്കുക. കാരണം ഞാൻ അപ്പോയിന്റ്മെന്റിനൊക്കെ ചെല്ലുമ്പോൾ എന്നോട് മിഡ്വൈഫ് ചോദിക്കുമായിരുന്നു, നിങ്ങളെല്ലാം പാക്ക് ചെയ്ത് കാണോ, കാരണം ഏത് നിമിഷവും വേണേലും ആകാലോ. അവരുടെ ഡേറ്റ് പറഞ്ഞെങ്കിൽ പോലും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. അപ്പൊ അന്നേരം നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഓടി പോകാതെ എല്ലാം ഒന്ന് റെഡി ആക്കി വെക്കുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് നമുക്ക് വേറൊന്നുമില്ല. ഇപ്പൊ ഹോസ്പിറ്റലില് ഇൻകേസ് വന്നാല് അതിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും, കുട്ടിക്ക് വേണ്ട ഡ്രസ്സോ പാഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ലെക്സിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എല്ലാം കിട്ടി. അത് ഇവിടെ എല്ലാം അങ്ങനെ കിട്ടും. നമ്മുടെ പാഡും കാര്യങ്ങളും എല്ലാം, കുട്ടികൾക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവര് തരും. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ ആണെങ്കിൽ എന്താണ് ബാത്ത് ചെയ്യുമ്പോൾ ഉള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ അതുപോലെ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ നാട്ടില് കുട്ടികളെ എടുത്തുകൊണ്ട് പോരുന്ന പോലെയുള്ള സംഭവങ്ങൾ, കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടികളൊന്നും ഇവിടെ ഇല്ല. അപ്പം ഇവിടെ അതിനായിട്ട് കുട്ടികളെ ഇരുത്താനായിട്ട് പ്രത്യേകം സ്ട്രോളർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പൊ കാർ സീറ്റ്, കാറിലൊക്കെ വെച്ച് പോരുമ്പോ നമ്മുടെ കുഞ്ഞിക്കുട്ടികളല്ല, കുഞ്ഞിക്കുട്ടികളും അവർക്കും ഉണ്ട് കാർ സീറ്റ് കാര്യങ്ങള്. പിന്നെ എത്രയാണ് 7 വയസ്സ് വരെയുള്ള കുട്ടികളാണേലും കാറയിലൊക്കെ ഇരുത്താൻ അതിനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പുറത്തു പോകുമ്പോഴാണേലും നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലാം എടുത്തുകൊണ്ട് നടന്ന ഒരു ശീലമാണ്. അപ്പം ഇവിടെ പുറത്തു പോകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അതൊരു സേഫ്റ്റി അല്ലാത്ത ഒരു രീതിയാണ്. അപ്പൊ പിള്ളേരുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ട്രോളറയിൽ ഉന്തിക്കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ കാറയിൽ വെക്കുമ്പോ കാർ സീറ്റിൽ വെച്ച് ബെൽറ്റ് ഇട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഫീഡിങ്ങിന്റെ കാര്യത്തിൽ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ ഉരുള ആക്കി വായിൽ വെച്ച് കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മള് സ്പൂൺ ഫീഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പുറത്ത് എങ്ങനെയും പോവാണെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ബ്രെഡ് വായിൽ വെച്ച് കൊടുക്കുന്ന പോലെയല്ല, നമ്മള് ചോറൊക്കെ നാട്ടിൽ കൊടുക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചൈൽഡ് അബ്യൂസ് ആണ്. അപ്പൊ അതൊക്കെ നോക്കി ചെയ്യും പുറത്തൊക്കെ പോകുമ്പോ. പിന്നെ അതുപോലെ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും നമുക്ക് മിഡ്വൈഫിന്റെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കുട്ടികളെ കൊണ്ട് ചെല്ലേണ്ട ഓരോ മാസവും ചെല്ലേണ്ട ടൈമും കാര്യങ്ങളും എല്ലാം ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെയിലായിട്ടും മെസ്സേജ് ഒക്കെ ആയിട്ട് വരും. പിന്നെ അതില് എനിക്ക് തോന്നുന്നു 2 മാസം കഴിയുമ്പോൾ മിഡ്വൈഫ് നമ്മുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യും. നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്, വെയിറ്റ് ചെക്ക് ചെയ്യാനും എങ്ങനെയാണ് നമ്മൾ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവർ വിസിറ്റ് ചെയ്യും. അത് എനിക്ക് തോന്നുന്നു 2 മാസത്തിലാണെന്ന് തോന്നുന്നു. 2 മാസം ആയപ്പോ ഒരു പ്രാവശ്യം വന്നിരുന്നു. ഇനിയിപ്പോ എന്താണ് 8 മാസം കഴിയുമ്പോൾ ഒരു വിസിറ്റോടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല, എന്നാന്ന് അറിയത്തില്ല. അപ്പൊ അത് നമുക്ക് അവര് ലെറ്റർ അയക്കും, എന്നാ വരുന്നേന്നുള്ളത് നമുക്ക് ലെറ്റർ അയക്കും. പിന്നെ അതുപോലെ വാക്സിനേഷൻ ഒക്കെ ആണെങ്കിലും ഇപ്പം ഇവിടെ ഡെലിവറി ആവുന്ന കുട്ടിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ എല്ലാ വാക്സിനേഷന്റെ ടൈമിലും എല്ലാം നമുക്ക് മെയിലും മെസ്സേജ് ഒക്കെ ആയിട്ട് വരും. ആ ടൈമിൽ നമ്മൾ പോയി ചെയ്താൽ മതി. ഇനി മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നാട്ടിലെ വാക്സിൻ എടുത്തതിന്റെ ആ ഒരു കാർഡ് കൊണ്ടുവരികയാണെങ്കിൽ അത് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ പേഴ്സണൽ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ അതനുസരിച്ചുള്ള ഡേറ്റുകൾ ഏതൊക്കെ വയസ്സിലാണ് വാക്സിൻ ആവശ്യം ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ വലിയ കുട്ടികൾക്കാണെങ്കിലും മെയിലായിട്ടും മെസ്സേജ് ഒക്കെ ആയിട്ട് അവർ ഇൻഫോം ചെയ്യും. ഇന്ന ഒരു ടൈമിൽ വന്ന് വാക്സിൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കുട്ടികളായിട്ട് വരുന്നവര് ആ ഒരു വാക്സിന്റെ കാർഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്കത് നോക്കിക്കഴിയുമ്പോൾ ഏത് വയസ്സ് വരെയുള്ള വാക്സിൻ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി ബാക്കിയുള്ളത് നമുക്ക് ഇവിടുന്ന് കുട്ടികൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യും.
സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഇവിടെ വന്ന് ഡെലിവറി അല്ല ഇവിടെ വന്ന് പ്രഗ്നന്റ് ആകുന്നവര്, ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യുന്നവര് ഒന്നും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. നിങ്ങൾ ഫസ്റ്റ് അത് തിരിച്ചറിയുന്ന ടൈമില് നിങ്ങളുടെ വാർഡ് സെന്ററിൽ ഇൻഫോം ചെയ്യേണ്ട ആ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ടൈമിൽ നമുക്ക് ഇങ്ങോട്ട് അറിയിച്ചുകൊണ്ടിരിക്കും. നമ്മളായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക ഒരു ആവശ്യത്തിനും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായാൽ മാത്രം, എന്തെങ്കിലും എമർജൻസി കേസുകൾ ഉണ്ടെങ്കിൽ മാത്രം അവരെ വിളിച്ചാൽ മതി. അല്ലാതെ നമ്മളത് അവരെ ഫസ്റ്റ് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ഡെലിവറി കഴിഞ്ഞുള്ള കാര്യങ്ങളും പ്രോപ്പറായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് അറിയിച്ചുകൊണ്ടിരിക്കും. നമ്മളത് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് ആരും ടെൻഷൻ എടുക്കില്ല. ഇവിടെ പേരൻസ് ആരും ഇല്ല എന്നുള്ള വിഷമം ആർക്കും വേണ്ട. ധൈര്യമായിട്ടിരിക്കുക. നാട്ടിലേക്കാളും സേഫ് ആണ്, നാട്ടിലേക്കാളും ഫാർ ബെറ്റർ ആണ് ഇവിടുത്തെ ഒരു ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളെല്ലാം. സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ അടുത്ത് ഡെലിവറി കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നവര് നാട്ടിലാണെങ്കിലും പറയുക, ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. വളരെ സേഫ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുകയായിരിക്കും. ഓക്കെ, ഈ ബാക്കി എന്റെ ഡെലിവറി വാർഡിലുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ വേറെ വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതെ, നാട്ടില് എനിക്ക് ഇപ്പൊ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. ഹസ്ബൻഡിനെ കൂടെ നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് വൈഫ് ഡെലിവറി ടൈമിൽ എന്താണ് ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ സമയത്ത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ ആ എക്സ്പീരിയൻസ് അടുത്ത വീഡിയോയില് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാം, ചിലപ്പോൾ കുറയാം അല്ലെങ്കിൽ കൂടാൻ പറ്റും. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു നിൽക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ കാണും വരെ